ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം ഇന്ന് വധശ്രമത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 5 പോലീസുകാർക്കെതിരെ തന്നെയാണ് ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പോഴത്തെ സർക്കാർ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ കുരുക്കുമുറുകി തന്നെയാണ് SIT മുന്നോട്ട് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? നമ്മൾക്ക് ആ സംഭവങ്ങൾ കണ്ടത് ഈ ലോകം മുഴുക്കെ കണ്ടതാണ്. അതൊരു വീഡിയോഗ്രാഫി ചെയ്താണ്, എല്ലാവരും കണ്ടതാണ്. അപ്പൊ സംഭവം കാണുമ്പം നമുക്കറിയാം അതിലൊരു അനീതിയുണ്ട്. അതായത് ഒരു നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. അതൊരു അനീതിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം അതിനെതിരായിട്ട് നീങ്ങും. അപ്പൊ അങ്ങനെ നീങ്ങുമ്പോഴാണ് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പരിക്കേറ്റ ആൾക്കാർ കോടതിയിൽ പോയി. ആദ്യം ഒരു പോലീസ് പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. പരാതി കൊണ്ട് കോടതിയിൽ പോയി. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ ഈ കോടതി സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ട് കോടതി പറഞ്ഞു ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും 2 വർഷമായിട്ടും അത് ഹഷപ്പ് ചെയ്തെന്ന് പറയുന്നത് സീരിയസ് ലാപ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയുടെ ഉത്തരവ് ആരും അറിയാതെ പൂഴ്ത്തിവെച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെന്റ് വന്നിട്ട് ആ ഗവൺമെന്റ് ഒരു ഉത്തരവ് പ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തു. അപ്പൊ അവരന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഈ വീഴ്ചകളൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പൊതുസമൂഹം നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു റൂൾ ഓഫ് ലോ പ്രിവൈൽ ചെയ്യുന്ന ഒരു നാടാണ് നമ്മൾ. ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് റൂൾ ഓഫ് ലോവിന്റെ ആദ്യത്തെ ഭംഗി തന്നെ. കാരണം എത്ര ഉന്നതരായാലും നിയമം എല്ലാവർക്കും സമമാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ PSOമാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതല്ല. അവർക്ക് ഉത്തരവാദിത്തം അവരുടെ ആർക്കാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നത് ആ ടാർഗറ്റ്, അതായത് ആ VIP-നെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുക. ആ VIP ഇപ്പൊ ഇവിടുത്തെ ആണെങ്കിൽ ആ VIP ഇരുന്നിരിക്കുന്ന ഒരു ബസ്സിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ PSO അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഓഫീസർ നിൽക്കേണ്ടത് ആ ബസ്സിലാണ്. അവർക്ക് ഒരു കാരണവശാലും ഈ കാറിൽ യാത്ര ചെയ്യാൻ പറ്റൂല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബസ്സിന്റെ മൂവ്മെന്റ്സും അവരുടെ ടാർഗറ്റിന്റെ മൂവ്മെന്റ് നോക്കി തന്നെ പോകണം. അങ്ങനെ വല്ലവരും ബ്ലാക്ക് ഫ്ലാഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ അവിടെ ലോക്കൽ പോലീസ് ഉണ്ട്. അതിൽ പിറകെ വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് കയറി അറ്റാക്ക് ചെയ്യേണ്ടത്. കാരണം ഈ ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ എന്നെ ഒരു അറ്റാക്ക് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് പെരുമാറിയ വേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത കാര്യം ശരിയല്ല. അപ്പൊ അത് ചെയ്തപ്പം ആ വീഡിയോയും കൂടി പൊതുസമൂഹത്തിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതിലൊരു നിയമവിരുദ്ധമായ ഇല്ലീഗലായ കാര്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇപ്പോഴും അന്വേഷണം വന്നിരിക്കുന്നതും ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന ഫൈൻഡിങ്സ് വെച്ചിട്ട് അതിൽ ഈ വകുപ്പ് ചേർത്താൽ പോരാ എന്നും ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ വരെ അതിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പോലീസ് പിടിച്ചിട്ട് അടിച്ചതാണ്. നമ്മൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ലോക്കൽ പോലീസ് വരെ പിടിച്ചു വെച്ച് അവിടെ വെച്ചിരിക്കണം. ആ സമയത്താണ് 2 ഉദ്യോഗസ്ഥർ വന്നൊരു കാറിൽ നിന്ന് ചാടി വലിയൊരു ലത്തി പോലൊരു സാധനം. അത് ഈ ലത്തിയുടെ സാധാരണ 4 ഫീറ്റ് ലത്തിയാണ്. പക്ഷെ ഇത് വലിയൊരു വടിയാണ്. അങ്ങനെ എത്ര വലിയ വടിയായിട്ട് എങ്ങനെയാണ് VVIPയുടെ കാറിൽ അവരുടെ സെക്യൂരിറ്റി ഓഫീസർ സഞ്ചരിക്കുക? ഇതൊക്കെ ചോദ്യമാണ്. അപ്പോഴങ്ങനെയാണ് ഈ പുതിയ അന്വേഷണ ഏജൻസി CD ഫയൽ പരിശോധിച്ചപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഫസ്റ്റ് CD മാറ്റിയിരിക്കുകയാണ് എന്ന്. ഫസ്റ്റ് CD ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് CD പൊതുസമൂഹത്തിൽ എല്ലാ സ്ഥലത്തും ഈ ആദ്യത്തെ കേസ് അന്വേഷണത്തിന്റെ ആദ്യത്തെ ഒരു ഇൻസ്പെക്ടർ അന്വേഷിച്ച ഫസ്റ്റ് CD ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ആ ഫസ്റ്റ് CD ഒരു സാധാരണ ഒരു കേസ് ഡയറി എഴുതുമ്പോൾ ആ കേസ് ഡയറി അവസാനിപ്പോഴും ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും. 1, 2, 3. അതായത് ഇനി ഇത്ര ആളെ ചോദ്യം ചെയ്യാനുണ്ട്, ഇതിൽ വെപ്പൺ കണ്ടുപിടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇതിൽ CCTV പരിശോധിക്കാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ഫൈൻഡിങ്സ് പറയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.